Good evening, students. ഇന്ന് നമ്മൾ ലീഗൽ സ്റ്റഡീസിൻ്റെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ് സി യു ടിയുടെ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ലീഗൽ സ്റ്റഡീസ് എന്നുള്ള സബ്ജക്റ്റ് ഇൻട്രൊഡക്ഷനും അതിൻ്റെ സി യു ടിക്ക് വേണ്ടിയുള്ള എക്സാമിൻ്റെ സിലബസ് ഇൻട്രൊഡക്ഷനുമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പാഷൻ്റെ പുറത്താണ് നിങ്ങൾ ലീഗൽ സ്റ്റഡീസ് എന്നുള്ളൊരു സബ്ജക്റ്റ് ഫ്യൂച്ചറിൽ ചൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നറിയാം. പക്ഷേ ഒരു അഡ്വൈസ് ഇതാണ്, നമുക്കെപ്പോഴും ആഗ്രഹങ്ങൾ മാത്രം പോരാ, ലക്ഷ്യത്തിലോട്ട് അടുക്കണമെങ്കിൽ നല്ല സ്ട്രാറ്റജീസും ഡെവലപ്പ് ചെയ്യാതെ എത്താൻ സാധിക്കില്ല. അപ്പം നിങ്ങൾ നല്ല സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്ത് നിങ്ങൾ ഈ എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെയും ആഗ്രഹത്തോടെയും കൂടെ ആണ് പഠിക്കേണ്ടത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇതൊരു സ്വപ്നം മാത്രമായിട്ട് തീരത്തേ ഉള്ളൂ. സോ ലീഗൽ സ്റ്റഡീസാണ് കുറേ വായിക്കാനുണ്ട് എന്നുള്ള രീതിയിൽ എളുപ്പമായിട്ട് കരുതണ്ട. നിങ്ങൾ ഇതൊരു വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് നല്ലൊരു അഡ്മിഷൻ കിട്ടുകയും നിങ്ങൾക്ക് അതിന് അനുസരിച്ചുള്ള നല്ല കോളേജുകളിൽ പഠിച്ച് നല്ല ഉയർന്ന നിലവാരത്തിൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം സി യു ടി മാത്രമല്ല, നിങ്ങൾക്ക് കേരളത്തിലുള്ള മറ്റ് ലോ കോളേജുകളിലും ഇന്ത്യയിലുള്ള നല്ല ലോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും എല്ലാം പഠിക്കാനാണെങ്കിൽ തന്നെ ഈ സിലബസ് തന്നെ ധാരാളമാണ്. കാരണം ഇത് തന്നെയാണ് എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ലോ എൻട്രൻസിൻ്റെ സിലബസിനായിട്ട് അവർ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് സി യു ടിയുടെ സിലബസിലേക്ക്, എക്സാമിൻ്റെ സിലബസിലേക്ക് കടക്കാം. സി യു ടിയുടെ എൻട്രൻസ് എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത് അവർ 8 ഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ലോയുടെ പേപ്പറായിട്ട് 8 ഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നോർമലി നമുക്കറിയാം സി യു ടിയുടെ എൻട്രൻസ് എക്സാം 3 സെക്ഷനായിട്ടാണ് ഒരു പേപ്പറിൻ്റെ നടക്കുന്നത്. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജനറൽ ഇംഗ്ലീഷ് എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷിൻ്റെ നമ്മുടെ ഒരു സ്കില്ല് നോക്കും, ലാംഗ്വേജ് സ്കില്ല്. അതിനപ്പുറം രണ്ടാമത് വരുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള മാത്സും കാര്യങ്ങളും നിങ്ങളൊരു 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ പേപ്പർ എന്ന് വെച്ചാൽ അവരവർ എടുക്കുന്ന സബ്ജക്റ്റിൻ്റെ ബേസ് ചെയ്തുള്ള സബ്ജക്റ്റൈസ്ഡ് ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷനാണ്. നിങ്ങളുടെ വരുമ്പോഴത്തേക്കും ലോയുടെ സബ്ജക്ട്സ് ആയിരിക്കും അതിനകത്ത് കൂടുതലും ചോദിക്കുന്നത്. അപ്പം നമ്മൾ ലോയുടെ സബ്ജക്ട്സ് നോക്കുവാണെങ്കിൽ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ജുഡീഷ്യറി റിലേറ്റഡ് ആയിട്ടാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഇന്ത്യയിലെ ജുഡീഷ്യൽ സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ്, കോടതികളുടെ സ്ട്രക്ചർ, അതിനെ ഇവോൾവ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ, ജഡ്ജസിൻ്റെ അപ്പോയിൻമെൻറ്റ്, ജുഡീഷ്യൽ റിവ്യൂ, ഈ പറയുന്ന കാര്യങ്ങൾ, ഇങ്ങനത്തെ കുറേ കോൺസെപ്റ്റ്സ് ആണ് കോടതി ജുഡീഷ്യറി എന്ന ടോപ്പിക്കിനകത്ത് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ടോപ്പിക്കിലോട്ട് വരുമ്പോഴത്തേക്കും ലോ ഓഫ് ടോർട്ട്സ്, കോൺട്രാക്ട്, പ്രോപ്പർട്ടി, ഇൻട്രൊഡക്ഷൻ ടു ക്രിമിനൽ ലോസ് ഇൻ ഇന്ത്യ, ഈ ഭാഗം വരുമ്പോഴത്തേക്കും നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ കുറേ കോൺസെപ്റ്റുകളായിട്ടുള്ള കാര്യങ്ങളാണ്. ലോ ഓഫ് ടോർട്ട് എന്നൊക്കെ പറഞ്ഞ സബ്ജക്ട്സ് എന്ന് വെച്ചാൽ നമ്മുടെ സിവിൽ ലോസ്, അത് ഇന്റർനാഷണലി ആണ്, സിവിൽ ലോസിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് ലോ ഓഫ് ടോർട്ട്സ് എന്ന് പറയുന്നത്. സിവിൽ ലോസ് എന്ന് വെച്ചാൽ എന്താണ്? ക്രിമിനൽ അല്ലാത്തത്, അതായത് ഇപ്പം വസ്തു അതിക്രമിച്ച് കയറുക, ഡിഫമേഷൻ, സ്ട്രെസ് പാസ്, പിന്നെ ഡിഫമേഷൻ എന്ന് പറയുന്ന കുറേ കോൺസെപ്റ്റ്സ് ഒക്കെയാണ് സിവിൽ റോങ്സ് എന്നുള്ള രീതിയിൽ. അപ്പം ആ പറയുന്ന കാര്യങ്ങൾ, പിന്നെ കോൺട്രാക്റ്റിനകത്ത് എന്തൊക്കെയാണ്? എഗ്രിമെൻറ്റും പ്രൊപ്പോസലും അക്സെപ്റ്റൻസും കൺസിഡറേഷൻ എന്ന് പറയുന്ന കുറേ എലമെൻറ്റ്സ് ഉണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്ന് പറയുന്ന രീതിയിലാണ് ഈ ഒരു ടോപ്പിക്സ് ഓഫ് ലോ എന്നുള്ളൊരു സെഷനകത്ത് വരുന്നത്. ഇതിനകത്ത് ബേസിക്കലി നിങ്ങൾക്ക് ഇൻ ഡെപ്ത് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. വളരെ ബേസിക് ആയിട്ട് ഒരു ഔട്ട്ലൈൻ മാത്രം അറിഞ്ഞിട്ട് കോൺസെപ്റ്റ് മാത്രം അറിഞ്ഞാൽ മതി. കാരണം എക്സാമിനർ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അത് അസസ് ചെയ്ത് എഴുതാൻ തക്ക രീതിയിലുള്ള ഒരു എബിലിറ്റി മാത്രം ഡെവലപ്പ് ചെയ്താൽ മതി. മൂന്നാമത്തെ വരുന്നതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ആർബിട്രേഷൻ, ട്രൈബ്യൂണൽ, അഡ്ജുഡിക്കേഷൻ ആൻഡ് ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. ഇന്ന് നമ്മൾ ഇന്റർനാഷണലി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എമേർജിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് ഈ ADR അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. നമുക്കറിയാം ഇന്ന് തന്നെ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ പല കേസുകളും പെൻഡിങ് ആണ്. നമ്മുടെ ഒരു കേസിന്റെ പെൻഡൻസി തന്നെ വളരെയധികം ക്രിട്ടിക്കലി എല്ലാ സുപ്രീം കോടതി പോലും ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു എലമെന്റിലോട്ട് എത്താൻ സാധിക്കാത്തതിന്റെ മെയിൻ കാര്യം കേസിന്റെ പെൻഡൻസിയാണ്. അപ്പോൾ ഈ പെൻഡൻസി കുറയ്ക്കാൻ വേണ്ടി ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞൊരു മെക്കാനിസംസ്, അത് വേറൊന്നുമില്ല, സിമ്പിളാണ്. കോടതിക്ക് പുറത്തുള്ള ഔട്ട്സൈഡ് സെറ്റിൽമെന്റ്, കോടതി തന്നെ അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്കാർ ത്രൂ ഔട്ട്സൈഡ് സെറ്റിൽമെന്റ് ചെയ്ത് കേസ് ഒത്തുതീർപ്പാക്കുക എന്നാണ് ഇതിന്റെ മെയിൻ ഉദ്ദേശം. അങ്ങനത്തെ ആ ഒരു ടോപ്പിക്സും ഇതിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതിൻ്റെ ഒരു ബോഡി ഉണ്ട്. ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. നാലാമത് വരുന്നത് ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റിയുള്ള ടോപ്പിക്സ് ആണ്. നിങ്ങളൊക്കെ വളരെയധികം കേട്ടിട്ടുണ്ടാവും ഹ്യൂമൻ റൈറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും അതിൻ്റെ കമ്മീഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വരുന്നതാണ്
ലീഗൽ പ്രൊഫഷൻ ഇൻ ഇന്ത്യ, അതായത് അഡ്വക്കേറ്റ്സ് ആക്ട്, പിന്നെന്തുവാ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്ന വുമൺ ആൻഡ് ലീഗൽ പ്രൊഫഷൻ ഇൻ ഇന്ത്യ, ലിബറേഷൻ ഓഫ് ദ ലീഗൽ പ്രൊഫഷൻ, ലീഗൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കുറേ കോൺസെപ്റ്റ് കുറേ അവർ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പ്രൊഫഷൻസ് മാത്രം നോക്കിയാൽ മതി. കാരണം നിങ്ങളുടെ ഒരു എൻട്രൻസ് എക്സാമാണ്, ഒരു യൂണിവേഴ്സിറ്റി എക്സാമോ ഒരു ബോർഡ് എക്സാമോ ഒന്നുമല്ല. അപ്പം ആ തരത്തിൽ മാത്രമാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. പിന്നെ വരുന്നത് എന്താ, ലീഗൽ സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷനകത്ത് പറയുന്ന ഒരു മെയിൻ സെഗ്മെന്റ് ആണ് ലീഗൽ സർവീസ്. അതായത് ഭരണഘടന പ്രകാരം പറയുന്നതാണ് ലീഗൽ സർവീസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്, ലീഗൽ എയ്ഡുകളുണ്ട്, അദാലത്തുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങളുടെ പഞ്ചായത്തിലും അടുത്തൊക്കെ നടന്നിട്ടുള്ളത്. അതെല്ലാം ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മാത്രം മതി, അത് മാത്രമാണ് ഡിമാൻഡ് ചെയ്യുന്നത്. അടുത്ത സെക്ഷൻ വരുന്നതാണ് എന്താണ് ഇന്റർനാഷണൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ യുണൈറ്റഡ് നേഷൻ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലോ റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ബ്രീഫ് ആയിട്ടുള്ളതെങ്കിലും യു എൻ്റെ ഒക്കെ ഓർഗൻസും അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇതിനകത്ത് പഠിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും, നിങ്ങൾക്കൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങളെല്ലാം പഠിച്ചിട്ടുള്ളതുമാണ്. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക്, ലീഗൽ മാക്സിംസ്. ലീഗൽ മാക്സിംസ് എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ടിനൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്കറിയാം പ്രിൻസിപ്പിൾസ് എന്ന് പറയും അല്ലേ. ഓരോ കോൺസെപ്റ്റ്സിനകത്തും പ്രിൻസിപ്പിൾ ഓഫ് ഓരോ തിയറികൾക്ക് ഓരോ പ്രിൻസിപ്പിൾസ് ഉണ്ട് എന്ന് പറയുന്നത്. ലോയും ഒരു സയൻസ് ആണ്, അതിനകത്തും ഈ പറയുന്നത് കുറേ തിയറീസ് ഉണ്ട്. ഈ തിയറികൾക്കെല്ലാം അടിസ്ഥാനമായിട്ടുള്ളൊരു പ്രിൻസിപ്പിൾ കാണും. അത് നമുക്കറിയാം. ഈ നിയമങ്ങളുടെയൊക്കെ ഫാദേഴ്സ് അല്ലെ ഫോർഫാദേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ എന്ന് പറയുന്ന മഹാനായ ചിന്തകന്മാരാണ്. അപ്പോൾ ആ ചിന്തകന്മാരിൽ നിന്ന് ഉത്ഭവിച്ച പല കോൺസെപ്റ്റും ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് പോയിട്ടുണ്ട്. നമുക്കറിയാം ഇന്ത്യൻ ജുഡീഷ്യറിയുടെയൊക്കെ, നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിനല്ല, നമ്മുടെ ലോകത്തുള്ള എല്ലാ ലീഗൽ സിസ്റ്റത്തിന്റെയും ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ലാറ്റിൻ നിയമങ്ങൾ അല്ലെ ഗ്രീക്ക് നിയമങ്ങളിൽ നിന്നും ഗ്രീസാണ്. അവിടെ നിന്നൊക്കെ ഉത്ഭവിച്ച ഓരോ കോൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ ഓരോ തിയറികളിലോട്ട് എത്തിയിരിക്കുന്നത്. അപ്പം ഈ പറയുന്ന മാക്സിംസ് എന്ന് പറയുന്നത് വെറും അല്ല, കുറെ ലീഗൽ പ്രിൻസിപ്പിൾസ് ആണ്. ഈ പ്രിൻസിപ്പിൾസിനെ ആസ്പദമാക്കിയാണ് ഓരോ നിയമങ്ങളും രൂപം കൊള്ളുന്നത്. ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ ഇപ്പം ഇതിനകത്ത് തന്നെ താഴെ ഒരു 4ാമത് നോക്കുക, ഓഡി ഓൾട്രം പാർട്ടം എന്ന് പറഞ്ഞൊരു മാക്സിം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 4ാമത്തെ മാക്സിമാണ്. അപ്പം അതിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര വലിയൊരു ജാർഗൺ അല്ലെങ്കിൽ വലിയൊരു നമ്മൾ ഫെമിലിയർ അല്ലാത്തൊരു വാക്ക് പോലെ തോന്നുന്നത്. സിമ്പിളാണ്, ഹിയർ ദ ഓപ്പോസിറ്റ് സൈഡ്. ഇതാണ് ആ പ്രിൻസിപ്പിളിന്റെ ഒരു ഉദ്ദേശം. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, കോടതിയിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കോടതിയിൽ നമ്മൾ സാക്ഷിക്കൂട്ടി കയറി നിൽക്കുമ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും വശം കോടതി കേൾക്കാൻ കോടതി മനസ്സ് കാണിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരു പ്രിൻസിപ്പിൾ കാരണമാണ്. ഈ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ ഒരു നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിളാണ്. ഒരു കുറ്റം ചെയ്തവനാണെങ്കിൽ പോലും അവന്റെ ഭാഗം കൂടെ കേൾക്കണം എന്ന് ഒരു മാനുഷിക പരിഗണന കൊടുക്കണം എന്നാണ് ഈ ഒരു മാക്സിം പറയുന്നത്, ഈ പ്രിൻസിപ്പിൾ. ഇങ്ങനത്തെ കുറച്ച് ഐഡിയോളജികളാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. അപ്പം ഈ മാക്സിംസ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ഡയറക്റ്റ് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഈ മാക്സിംസിന് മുകളിലായിട്ടൊന്നും നിങ്ങൾക്ക് ചോദിക്കില്ല. CUET തന്നെ അവരുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന മാക്സിംസ് ആണ് ഞങ്ങളിതിപ്പോൾ ഒരു ലിസ്റ്റായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാം നമ്മളത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് നിങ്ങളുടെ ഒരു സിലബസ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കിനി ബേസിക്കലി സിലബസ് മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടും ലോ എന്താണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നതിൽ നമുക്ക് ഒരിക്കലും അതൊരു യൂട്ടിലിറ്റി ആവുന്നില്ല. നമുക്ക് ഇന്നൊന്ന് തുടങ്ങി വയ്ക്കാം. ലോ എന്നൊരു സബ്ജക്റ്റ് നമ്മളിപ്പോൾ കേട്ടു. ഇനി നമുക്കൊന്ന് അറിയാം എങ്ങനെയാണ് ലോ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് നമ്മൾ മുമ്പിലോട്ട് പഠിക്കുന്നത്, എങ്ങനെയാണ്, എന്താണ് ലോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് മുമ്പിലോട്ട് കാണാം. നമുക്കെല്ലാവർക്കും അറിയാം, ഏതൊരു വസ്തുവിനും ഒരു സോഴ്സ് ഉണ്ട് അല്ലേ. ഇപ്പം നിങ്ങളൊരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഒരു പുസ്തകം നിങ്ങളിപ്പം ഒരു സബ്ജക്റ്റ് പഠിക്കുവാണെങ്കിൽ അതിനെല്ലാം ഒരു സോഴ്സ് ഉണ്ട്, ഒരു ഉത്ഭവമുണ്ട്, ഒരു ഉൽപ്പത്തിയുണ്ട്. എന്ന് പറയുന്നത് നിയമത്തിനും ഒരു സോഴ്സ് ഉണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേന എടുത്ത് നോക്കുവാണെങ്കിൽ ആ പേന എന്ന് പറയുന്ന ഒരു വസ്തു കംപ്ലീറ്റ് ആയി മാറുന്നത് എപ്പോഴാണ്? അതിനകത്തൊരു റീഫില്ല് വരുമ്പോൾ ആ റീഫിൽ എന്താണ്? ഒരു പ്ലാസ്റ്റിക് ആണ്. ഒരു ഗ്ലാസ് മെറ്റീരിയൽ ഉണ്ട്, പിന്നെന്താ റബ്ബർ ഉണ്ട്, അതിനകത്ത് ഇങ്ക് ഉണ്ട്,
ഇതെല്ലാം ഓരോ സോഴ്സസ് ആണ്. ഈ സോഴ്സുകളെല്ലാം കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് ആ പേനയ്ക്ക് ഒരു യൂട്ടിലിറ്റി, അതൊരു പേനയായി മാറുന്നതും ഒരു പെന്നായി മാറുന്നതും അതിനൊരു യൂട്ടിലിറ്റി ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ നിയമത്തിനും അതിൻ്റെതായ സോഴ്സസ് ഉണ്ട്. അപ്പം നമ്മൾ സോഴ്സസ് ഓഫ് ലോ എന്ന് പറയുന്നത് ഞാൻ ആ കൊടുത്തിരിക്കുന്ന സ്ലൈഡിൽ വ്യക്തമായിട്ട് എഴുതുക. ഇറ്റ് മീൻസ് ദ സോഴ്സസ് ഫ്രം വെയർ ദ ലോ ഓർ ദ ബൈൻഡിങ് റൂൾസ് ഓഫ് ഹ്യൂമൻ കോണ്ടാക്ട് ഒറിജിനേറ്റ് എന്നാണ്. അപ്പം എന്തെന്ന് വെച്ചാൽ ഇത് എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് രണ്ട് തരത്തിൽ സോഴ്സസ് ഓഫ് ലോയെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നെന്ന് വെച്ചാൽ ഫോർമൽ സോഴ്സ് ഓഫ് ലോ, രണ്ട് മെറ്റീരിയൽ സോഴ്സ് ഓഫ് ലോ. ഫോർമൽ സോഴ്സ് ഓഫ് ലോ എന്ന് പറഞ്ഞാൽ ഒരു ഫോർമലായിട്ടുള്ള രീതിയിൽ നിന്ന് ഉത്ഭവിച്ചല്ലോ. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്റ്റേറ്റ്, ഒരു രാജ്യം ഉണ്ടാക്കുന്ന ഒരു നിയമം. അതിനെ നമുക്ക് സിമ്പിളായിട്ട് പറയാം ഫോർമൽ സോഴ്സ് ഓഫ് ലോ. കാരണം എന്താ? ഇറ്റ് ഡിറൈവ്സ് ഇറ്റ്സ് ഫോഴ്സ് ആൻഡ് വാലിഡിറ്റി ഫ്രം എ ഫോർമൽ സോഴ്സ്. അതിൻ്റെ ഒരു വാലിഡിറ്റിയും അതിൻ്റെ ഒരു ഫോഴ്സും ഒരു അതോറിറ്റേറ്റീവ് പവറിൽ നിന്ന് വരുന്നത് കൊണ്ടാണ് എനിക്ക് ഫോർമൽ സോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഒരു നിയമം, ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കുന്ന ഒരു നിയമത്തെ അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കോട്ട് ചെയ്യാം. അതിലൊരു ലീഗാലിറ്റി ഉണ്ട്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് മെറ്റീരിയൽ സോഴ്സ് ഓഫ് ലോ. മെറ്റീരിയൽ സോഴ്സ് ഓഫ് ലോ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ചില പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ കുറേ നാളായിട്ട് നമ്മൾ ചെയ്തു വരികയാണ്. ഒരു മെറ്റീരിയലിസ്റ്റിക് രീതിയിലായിട്ട് അതിനെ കാണും. അതിന് ഒരിടത്തും എഴുതി വെച്ചിട്ടോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ചില ആചാരങ്ങൾ പോലെ, ചില കീഴ്വഴക്കങ്ങൾ പോലെ ചെയ്തു വരികയാണെങ്കിൽ അതിനെ നമുക്ക് മെറ്റീരിയൽ സോഴ്സ് ഓഫ് ലോ എന്ന് പറയും. കസ്റ്റം അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ചില പ്രത്യേക ട്രഡീഷണൽ രീതികൾ, ചില കസ്റ്റങ്ങളെ നമ്മൾ നിയമമായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അറിയാം, നമ്മുടെ ഒരു മോഡേൺ സൊസൈറ്റിയെ സംബന്ധിച്ച് നമുക്ക് നിയമങ്ങൾ, മോഡേൺ സൊസൈറ്റിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കൊരു കോഡിഫൈഡ് നിയമമുണ്ട്. പണ്ടത്തെ കാലത്ത് ഹ്യൂമൻ സിവിലൈസേഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നിയമത്തിനൊരു കോഡിഫിക്കേഷൻ ഇല്ലായിരുന്നു. ചെതറിക്കിടക്കുന്നൊരവസ്ഥയായിരുന്നു. ഓരോ നാട്ടുരാജ്യങ്ങൾ ഓരോരുത്തർക്കും ഓരോ നിയമം എന്ന് പറയുന്നത്. പക്ഷേ നമുക്കൊരു മോഡേൺ സൊസൈറ്റിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡെമോക്രസി ഉണ്ട്, ഒരു ഗവേണൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ലോ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ലോ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന കുറച്ച് സോഴ്സസ് ഓഫ് ലോ ഉണ്ട്. ഒരു മോഡേൺ സൊസൈറ്റിയിൽ 3 കാര്യങ്ങളെയാണ് മെയിനായിട്ട് ലോ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സോഴ്സ് കണക്കിലെടുത്തിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിനകത്ത് നമ്മൾ ഈ 3 സോഴ്സിനകത്ത് ഒരു സോഴ്സിനെ പറ്റിയായിരിക്കും പഠിക്കാൻ പോകുന്നത്. അപ്പം അതിന് മുമ്പ് 3 സോഴ്സ് ഏതൊക്കെയുണ്ടെന്ന് അറിഞ്ഞിരിക്കണം. ഒന്ന് കസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമ്മൾ അടുത്ത സ്ലൈഡിനകത്ത് കാണും. ഒന്ന് കസ്റ്റമാണ്, രണ്ടാമത്തെ ജുഡീഷ്യൽ പ്രീസിഡന്റ്, മൂന്നാമത്തെ ലെജിസ്ലേഷൻ. കസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയാം, നമ്മൾ ചില ആ കീഴ്വഴക്കങ്ങൾ കുറച്ച് ക്രൈറ്റീരിയയിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ അതിനകത്ത് ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതും ലീഗാലിറ്റിയുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു കസ്റ്റമാണെങ്കിൽ അതിനെ നമ്മുടെ മോഡേൺ സൊസൈറ്റി അല്ലെങ്കിൽ മോഡേൺ ഗവേണൻസ് ലോ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ജുഡീഷ്യൽ പ്രീസിഡൻസ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും അപ്പെക്സ് കോർട്ട് എന്ന് വിശ്വസിക്കുന്നതാണ് സുപ്രീം കോടതി വിധി കൽപ്പിച്ചിരിക്കുന്ന സുപ്രീം കോടതി ഇറക്കിയിരിക്കുന്ന ഒരു നിയമം അതിൻ്റെ താഴോട്ടുള്ള സബോർഡിനേറ്റ് കോടതികൾക്ക് അത് ബാധകമാണ്. അതെന്തെന്ന് വെച്ചാൽ അതിനെയാണ് നമ്മൾ ജുഡീഷ്യൽ പ്രീസിഡൻസ് എന്ന് പറയുന്നത്. എന്താ ഏറ്റവും അപ്പെക്സ് കോർട്ട് പറയുന്നത് ബാക്കി ലോവർ കോടതികൾ അനുസരിക്കണം എന്നാണ് അതിനർത്ഥം. മറിച്ച് ലോവർ കോടതികളുടെ തീരുമാനം വലിയ കോടതികൾക്ക് ബൈൻഡിങ് അല്ല. അതുകൊണ്ടാണ് ബൈൻഡിങ് നേച്ചർ എന്നാണ്. ഇതൊക്കെ നമ്മൾ മുമ്പുള്ള വരും പോകുന്ന ക്ലാസ്സുകളിലെല്ലാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇത് കോർട്ട് സിസ്റ്റത്തെ പറ്റി പഠിക്കുന്നത്. മൂന്നാമത്തെ എന്താണ്? ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ബില്ലായിട്ട് കൊണ്ടുവന്ന് ആക്റ്റായിട്ട് കൊണ്ട് പാർലമെന്റിലും നമ്മുടെ നിയമസഭകളിലൊക്കെ ഇത്ര മെജോറിറ്റിയോടെ പാസ്സാവുന്നതിനെയാണ് ഒരു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ലെജിസ്ലേച്ചർ എന്നൊരു ടെർമിനോളജി കൊടുത്തു. സോ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഇന്നത്തെ സെഷനിനകത്ത് കസ്റ്റം ആസ് എ സോഴ്സ് ഓഫ് ലോ. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് ഒരു കസ്റ്റം എന്ന് പറയുന്നത്. കസ്റ്റം എന്താണ്? സിമ്പിളായിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. കസ്റ്റം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പ്രാക്ടീസ് ആയിരിക്കും. അതിന് എന്ത് കാണും? എ പർട്ടിക്കുലർ പ്രാക്ടീസ് ഹാവിങ് എ ലോങ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ പ്രാക്ടീസിനെയാണ് നമ്മൾ കസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പം അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുന്നത് നമ്മുടെ കല്യാണ രീതികൾ. ഇതൊന്നും ഒരിടത്തും എഴുതി വെച്ചതൊന്നുമല്ല. പക്ഷെ ഒരു പർട്ടിക്കുലർ പ്രാക്ടീസ് അത് കാലക്രമേണ അതൊരു ട്രഡീഷൻ്റെ ഭാഗമായി, പ്രാക്ടീസായി, ഒരു കസ്റ്റമായി, അതൊരു നിയമമായി മാറിയതാണ്. ഒരു നിയമത്തിലും പറയുന്നില്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാല ചാർത്തണമെന്നും മിന്നി ചാർത്തണമെന്നില്ല. അതൊക്കെ ഈ പറഞ്ഞ കാലക്രമേണ നമ്മൾ ഈ ലോങ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ്, അതിൽ വളരെ വാലിഡാണ്, സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്ത ഒരു പ്രാക്ടീസാണ്.
അതിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന ഒരു നെഗറ്റീവ് ഇംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നിയമം അതിനൊരു നല്ല പ്രാക്ടീസായിട്ട് കൺസിഡർ ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ കസ്റ്റത്തെ അക്സെപ്റ്റ് ചെയ്ത് ഒരു ലോ ആയിട്ട് മാറ്റിയിരിക്കുന്നത്. ഇപ്പം ഹിന്ദുസിൻ്റെ കല്യാണത്തിനകത്ത് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ കോട്ട് ചെയ്യാൻ പറ്റുന്നത് സപ്തപതി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നമുക്കറിയാം ആദിമകാലങ്ങളിൽ മനുഷ്യൻ ഭൂമിയിലുള്ള പ്രപഞ്ച ശക്തികളെയായിരുന്നു ആരാധിച്ചുകൊണ്ടിരുന്നത്. ആ ആരാധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു കല്യാണം കഴിക്കുമ്പോൾ 7 വട്ടം മണ്ഡപത്തിന് ചുറ്റും തീഗോളത്തിന് ചുറ്റും വലം വയ്ക്കുന്നത്. അപ്പം ആ ഒരു പ്രാക്ടീസ് ഒരിടത്തും പറയുന്നില്ല, പക്ഷേ അതൊരു ലീഗൽ കസ്റ്റമാണ്, ഒരു വാലിഡ് ആയിട്ടുള്ളൊരു പ്രാക്ടീസ് ആയതുകൊണ്ടാണ് ആ കസ്റ്റത്തെ ലോ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം കസ്റ്റം എന്തെന്ന് മനസ്സിലായി, ഒരു ലോ എക്സിസ്റ്റിംഗ് എസ്റ്റാബ്ലിഷ്ഡ് പ്രാക്ടീസ് ആയിരിക്കും. അപ്പം നമുക്കറിയാം എല്ലാ കസ്റ്റത്തിനെയും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ, ലോങ് ട്രഡീഷണൽ പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ നമുക്ക് കസ്റ്റത്തിനകത്തും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞത് മണ്ഡപത്തിന് ചുറ്റും 7 വട്ടം വലം വയ്ക്കുന്ന ഒരു പോസിറ്റീവ് കസ്റ്റമാണെങ്കിൽ, ഓൺ ദ അതർ സൈഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പണ്ടുണ്ടായിരുന്നൊരു പ്രാക്ടീസ് ആയിരുന്നു സതി എന്ന് പറയുന്നത്, അല്ലേ? ഭർത്താവ് മരിച്ചു കഴിയുമ്പോഴത്തേക്കും ഭാര്യ ആ ചിതയിലോട്ട് ചാടണം എന്ന് സൊസൈറ്റി ഫോഴ്സ്ഫുള്ളി ഒരു സ്ത്രീയോട് ആജ്ഞാപിച്ചിരുന്ന രീതിയായിരുന്നു സതി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രാക്ടീസിനെ നമുക്കൊരു പോസിറ്റീവ് കസ്റ്റം എന്ന് പറയാൻ പറ്റൂ? ഒരിക്കലുമില്ല. അതൊരു നെഗറ്റീവ് ഇംപ്ലിക്കേഷൻ ആയിരുന്നു. അന്നത്തെ സൊസൈറ്റിയുടെ ഒരു പ്രിമിറ്റീവ് മൈൻഡ് സെറ്റിൻ്റെ ഭാഗമായി രൂപപ്പെട്ടിരുന്ന ഒരു കസ്റ്റമായിരുന്നു. അങ്ങനത്തെ നെഗറ്റീവ് കസ്റ്റത്തിനെ ഒരിക്കലും നീ അംഗീകരിക്കത്തില്ല. അപ്പം എന്തൊക്കെയായിരിക്കണം, വാട്ട് ആർ ദ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വാലിഡ് കസ്റ്റം? ഇതാണ് നമ്മൾ താഴോട്ട് നോക്കാൻ പോകുന്നത്. ഒന്നാമത് പറയുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ഹാവ് ആൻ ആൻറ്റിക്വിറ്റി. ആൻറ്റിക്വിറ്റി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇറ്റ് ഷുഡ് ഹാവ് എ ലോങ് പ്രാക്ടീസ് ട്രഡീഷൻ. അതായത് ഒരു ദീർഘകാല ലോങ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാലിഡ് ട്രഡീഷൻ ഉണ്ടായിരിക്കണം. ലോങ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈം മെമ്മോറിയൽ ആയിട്ടുള്ള ഒരു പ്രാക്ടീസേഷൻ, ഒരു ചടങ്ങായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനൊരു കസ്റ്റം എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ആൻറ്റിക്വിറ്റിയാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഇറ്റ് ഷുഡ് ഹാവ് ആൻ എക്സിസ്റ്റൻസ് ഫോർ എ ലോങ് ടൈം. ഒരു ദീർഘകാലമായിട്ട് അതിനൊരു എക്സിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനൊരു വാലിഡ് കസ്റ്റം എന്ന് പറയുന്നതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. രണ്ടാമത്തെ ഫീച്ചർ അല്ലെങ്കിൽ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂസ് ആയിരിക്കും. ഏതൊരു കസ്റ്റമും കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രാക്ടീസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു 10 വർഷം ഒരു കസ്റ്റം വരുന്നു, പിന്നെ ഒരു 5 വർഷത്തേക്ക് അതില്ല, വീണ്ടും ഒരു 5 വർഷത്തേക്ക് വരും. അങ്ങനെ ഒരിക്കലും ഒരു കസ്റ്റം എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞാലും വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുന്നൊരു പ്രാക്ടീസ് ആയിരിക്കണം. ആ പ്രാക്ടീസ് ഒരു ഇൻട്രപ്ഷൻ കൂടാതെ പ്രോപ്പറായിട്ട് നടന്നു വരുന്ന ഒരു കസ്റ്റത്തിലായിരിക്കണം. ഒരു കണ്ടിന്യൂസ് ആയ ആക്ടിവിറ്റി ചെയ്യുന്നതാണെങ്കിൽ നമുക്കൊരു വാലിഡ് കസ്റ്റം എന്ന് കൺസിഡർ ചെയ്യാം. മൂന്നാമത്തെ എന്ന് വെച്ചാൽ എക്സസൈസ്ഡ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ്. എക്സസൈസ്ഡ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പർട്ടിക്കുലർ കസ്റ്റം എല്ലാവരും ഓപ്പൺലി എൻജോയ് ചെയ്തിരിക്കുന്ന ഒരു കസ്റ്റമായിരിക്കും. സൊസൈറ്റി ആസ് എ ഹോൾ ഷുഡ് ബി എൻജോയ്ഡ് ഓപ്പൺലി വിത്ത് ദ നോളജ് ഓഫ് ദ കമ്മ്യൂണിറ്റി. അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് വേറെന്ന് വെച്ചാൽ ആ ഒരു സൊസൈറ്റിയുടെ അംഗീകാരത്തോടെയും അനുവാദത്തോടെയും എല്ലാവരും അക്സെപ്റ്റ് ചെയ്തതും എൻജോയ് ചെയ്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ കസ്റ്റമായിരിക്കണം. അല്ലാതെ കുറച്ച് പേര് മാത്രം സീക്രട്ടായിട്ട് പ്രാക്ടീസ് ചെയ്ത ഒരു കസ്റ്റത്തെ ഒരിക്കലും ഒരു വാലിഡ് കസ്റ്റം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ചില ഹോമങ്ങളും ഈ ക്രിയകളും എല്ലാം ചില കൂടോത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എല്ലാവരും പബ്ലിക്കായിട്ട് ചെയ്തിരുന്ന ഒരു കസ്റ്റമാണോ? അല്ല. വളരെ പ്രൈവറ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കസ്റ്റം ആൻഡ് ട്രഡീഷൻ എന്ന് പറയും. പക്ഷെ അതിന് ഒരിക്കലും ഒരു ലീഗൽ വാലിഡിറ്റി ഇല്ല. കാരണം എന്താണ്? അത് സൊസൈറ്റിയുടെ ഓപ്പൺനെസ്സിനും അല്ല നോളജിനും വിപരീതമായിട്ടുള്ള കാര്യമാണ്. സൊസൈറ്റി അറിയാതെ, സൊസൈറ്റിയുടെ പെർമിഷൻ ഇല്ലാതെ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റീസണബിൾനെസ് എന്ന് പറയും. റീസണബിൾനെസ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഷുഡ് കൺഫേം ടു ദ നോംസ് ഓഫ് ജസ്റ്റിസ് ആൻഡ് പബ്ലിക് യൂട്ടിലിറ്റി. സൊസൈറ്റിയുടെ യൂട്ടിലിറ്റിക്കും നീതിക്കും നിരക്കാത്ത ഒന്നായിരിക്കാൻ പാടില്ല. സൊസൈറ്റിയുടെ നീതിക്കും സൊസൈറ്റിയുടെ ബെനിഫിറ്റിനും വേണ്ടിയുള്ളതായിരിക്കണം ആ ഒരു വാലിഡ് കസ്റ്റം. ഇപ്പം നമ്മൾ സത്യം നോക്കുമ്പോൾ എന്താണ് പ്രശ്നം? സൊസൈറ്റിയുടെ യൂട്ടിലിറ്റിക്ക് വേണ്ടി വരുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഒരു വ്യക്തിയുടെ യൂട്ടിലിറ്റിക്ക് വരുന്നുണ്ടോ? ഇല്ല. ഒരു ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം മെയിനായിട്ട് ഇറ്റ് ഷുഡ് ഹാവ് ദ ക്വാളിറ്റി ദാറ്റ് പ്രൊവൈഡ്സ് ജസ്റ്റിസ് ആൻഡ് പബ്ലിക് യൂട്ടിലിറ്റി എന്നുള്ളൊരു ഫീച്ചറും വരണം. അതാണ് റീസണബിൾനെസ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ സത്യം നോക്കുമ്പോൾ സത്യക്കകത്തൊരു റീസണബിൾനെസ് ഇല്ല, റാഷണാലിറ്റി ഇല്ല, അല്ലേ? ഒരു യുക്തി ഇല്ലാത്തൊരു പ്രവൃത്തിയാണ്. ഒരിക്കലും ഒരു യുക്തി ഇല്ലാത്തൊരു പ്രവൃത്തി 1000 വർഷം ഇവിടെ പ്രാക്ടീസിങ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അതിനെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ശബരിമല കേസ്, അതൊരു കസ്റ്റത്തിൻ്റെ ഭാഗമായിരുന്നു സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുന്നത്, അല്ലേ? പക്ഷേ നമ്മുടെ ഭരണഘടനാ പ്രകാരം എന്തുവാണ്?
ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ. ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ. അപ്പം റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുകയാണ് സ്ത്രീ കയറില്ല എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഇക്വാലിറ്റി അല്ല ഇവിടെ വൈലേറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഒരു റീസണബിൾ ആയിട്ട് അല്ലെ റാഷണൽ ആയിട്ട് ചിന്തിക്കുമ്പോൾ ആ കസ്റ്റം ഷുഡ് ബി കോമ്പീറ്റന്റ് ഇനഫ് ടു സ്റ്റാൻഡ് വിത്ത് ദ എക്സിസ്റ്റിംഗ് ലെജിസ്ലേച്ചർ ആയിരിക്കും. അല്ലാതെ നമുക്ക് നിലവിലുള്ള ലെജിസ്ലേച്ചറിന് എതിരായിട്ടോ അല്ലെങ്കിൽ ഒരു റാഷണാലിറ്റി അല്ല റീസണബിൾനെസ് ഇല്ലാത്ത രീതിയിലോട്ടോ പോകുന്നതാണെങ്കിലും അതിനൊരിക്കലും ഒരു വാലിഡ് കസ്റ്റം എന്ന് പറയാൻ പറ്റില്ല. അഞ്ചാമത്തേത് വരും മൊറാലിറ്റി ആയിരിക്കണം. സൊസൈറ്റി ഞാൻ തുടക്കം പറഞ്ഞ ഹോമങ്ങളും ചില മന്ത്രവാദങ്ങളും അതൊക്കെ മൊറാലിറ്റിക്ക് എതിരായിട്ട് വരുന്നത് ഇമ്മോറലാണ്. എന്നുവെച്ചാൽ ഒരിക്കലും സൊസൈറ്റിക്ക് ഒരു വാലിഡ് കസ്റ്റം എന്ന് പറയാൻ പറ്റില്ല. കാരണം അതായത് സൊസൈറ്റിക്ക് എതിരെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. കാരണം ജനങ്ങളുടെ യൂട്ടിലിറ്റിക്ക് വേണ്ടി ഒരിക്കലും യൂസ് ചെയ്യുന്നില്ല. പബ്ലിക് പോളിസിക്ക് എതിരായിട്ട് വരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. മൊറാലിറ്റിക്കെതിരെ ആവല്ലെന്നും പറയപ്പെടുന്നുണ്ട്. പിന്നെ പറയുന്ന ലാസ്റ്റ് എന്ന് വെച്ചാൽ സ്റ്റാറ്റസ് വിത്ത് റിഗാർഡ് ടു എന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് ലെജിസ്ലേഷന് വിപരീതമായിട്ടാവാൻ പാടില്ല. അതായത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമുക്കൊരു നിയമമുണ്ട്. ഫോർ എക്സാമ്പിൾ സതിയുടെ കേസ് തന്നെ നിങ്ങൾ എടുക്കുക. സതി എന്ന് പറയുന്നത് എന്താണ്? ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ ചാടും. ഇതാണ്. അതായത് ജീവനുള്ളൊരു വ്യക്തി ഒരു ചെതയിലോട്ട് ചാടി മരിക്കുന്നു. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷനകത്ത് ആർട്ടിക്കിൾ 21 എന്താണ് സൂചിപ്പെടുത്തിയിരിക്കുന്നത്? റൈറ്റ് ടു ലൈഫ് എന്നാണ്. അതായത് എല്ലാ വ്യക്തികളുടെയും ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു നിയമമാണ്, അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തിയും വേറൊരു വ്യക്തിയുടെ ജീവൻ എടുക്കാനോ ജീവൻ നശിപ്പിക്കാനോ പ്രേരിപ്പിക്കുകയോ ചെയ്യും. സതി എന്ന് പറയുന്നത് എന്താണ്? ജനങ്ങളെല്ലാം കൂടെ ഫോഴ്സ്ഫുള്ളി ആ പറയുന്ന വ്യക്തിയോട് തീയിലോട്ട് ചാടാനാണ് പറയുന്നത്. അങ്ങനെ ഒരു കഷ്ടത്തിന് ഒരിക്കലും നിയമം വാലിഡിറ്റി കൊടുക്കത്തില്ല. കാരണം എന്താ? അത് നിലവിലെ ലെജിസ്ലേഷനും ഹ്യൂമൻ റൈറ്റ്സിനും എല്ലാം എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം? സോ ആ ഒരു വാലിഡ് കസ്റ്റം ആണെങ്കിൽ ഷുഡ് ഹാവ് ദി സ്റ്റാറ്റസ് വിത്ത് റിഗാർഡ് ടു ദ എക്സിസ്റ്റിംഗ് ലെജിസ്ലേഷൻ ആയിരിക്കണം. സോ ഈ പറയുന്ന 6 ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞില്ലേ, കോൺട്രഡിക്ഷൻ ഒന്നും ഇല്ലാതെ മുമ്പിലോട്ട് പോവുകയാണെങ്കിൽ അതിനെ ഒരു വാലിഡ് കസ്റ്റം എന്ന നിയമം അംഗീകരിക്കുന്നില്ല. ആ കസ്റ്റത്തെ നമുക്ക് വേണമെങ്കിൽ നിയമത്തിൻ്റെ ഭാഗമായി ചേർക്കുകയും ആ പ്രാക്ടീസ് തുടർന്നു പോവുകയും ചെയ്യാം. അതാണ് ഞാൻ കല്യാണത്തിൻ്റെ എക്സാമ്പിളുകൾ പറഞ്ഞത്. ആ നിയമത്തിൻ്റെ ഭാഗമായി ചേർന്നു. അതിൻ്റെ ഉത്ഭവം എവിടെ നിന്ന് വെച്ചാൽ ആ കസ്റ്റം. അപ്പം 1 ആൻറ്റിഗ്വിറ്റി, അതായത് അതിനൊരു ലോങ് ട്രഡീഷണൽ പ്രാക്ടീസ് വേണം. 2 കണ്ടിന്യൂസ് ആയിരിക്കണം. 3 പബ്ലിക്കിൻ്റെ ഒരു ഐക്യവും അറിവോടും കൂടെ മാത്രം ചെയ്യുന്നൊരു പ്രാക്ടീസ് ആയിരിക്കണം. 4 എന്താണ്? ജസ്റ്റിസും പബ്ലിക് യൂട്ടിലിറ്റി, ഒരു റാഷണാലിറ്റി, റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആയിരിക്കും. 5 മൊറാലിറ്റി ആയിരിക്കും. ഇമ്മോറൽ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആവാൻ പാടില്ല. ഫൈനലി പറയുന്നത് എന്താണ്? സ്റ്റാറ്റസ് വിത്ത് റിഗാർഡ് ടു, നിലവിലുള്ള നിയമത്തിനെ തകർക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയോ അതിനെ വിപരീതമായ രീതിയിലുള്ള പ്രവൃത്തിയോ ആകാനും പാടില്ല. ഇതാണ് ഒരു വാലിഡ് കസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. സോ കസ്റ്റം ആസ് എ സോഴ്സ് ഓഫ് ലോ എന്ന് ചോദിച്ചാൽ ആണ്, ഇന്ത്യയിലെ കസ്റ്റം ഇസ് എ സോഴ്സ് ഓഫ് ലോ ആണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഇതാണ് എനിക്കൊരു ഇൻട്രൊഡക്ഷനായിട്ട് ഞാനിന്ന് എടുത്തേക്കുന്നത്. ബാക്കി നമ്മൾ പറഞ്ഞതുപോലെ ലെജിസ്ലേഷനും പ്രീസിഡൻസും ജുഡീഷ്യൽ പ്രീസിഡൻസും എന്ന് പറയുന്ന ബാക്കി 2 കോൺസെപ്റ്റുകളുണ്ട് സോഴ്സ് ഓഫ് ലോയ്ക്കകത്ത്. ആ പറയുന്ന 2 കോൺസെപ്റ്റും നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കവർ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ പോലെ തരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക്. നിങ്ങൾക്കത് ക്വയറി ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, സോ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.